ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം അഹങ്കാരമായ സാമ്പ്രാണിക്കൊടിയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ കായലിൻ്റെ നടുവിലൂടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന് കണ്ടോളി. അപ്പോൾ ഈ സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള അഞ്ചാലുമൂടുന്ന് അകത്തോട്ട് വരുമ്പം പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലേസ് വരുന്നത്. അവിടെ വന്നതിന് ശേഷം 5:30 വരെയൊക്കെയാണ് നമുക്ക് അവിടെ നിൽക്കാനുള്ള ടൈം ഉള്ളത്. അപ്പം 4 മണി ആകുമ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 150 രൂപയാണ് നമുക്ക് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അപ്പം പോയി തിരിച്ചു വരുന്നതിനുള്ള ഒരാൾക്കുള്ള ചാർജാണ് 150 രൂപ. അപ്പം നമ്മളത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോഴത്തേക്കും നമുക്ക് പോകേണ്ടുള്ള ബോട്ട് വരും. ഏകദേശം ഒരു 10-35ഓളം ബോട്ടുണ്ട് പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയധികം തിരക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് തിരക്കുണ്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബോട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ ബോട്ട് വന്ന് അതിനകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടണം. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നടക്കാൻ പറ്റുമെങ്കിലും ഈ വെള്ളത്തിന് ഒരു 3 ആൾ പൊക്കത്തിലുള്ള ആഴം ആ ഒരു വെള്ളത്തിനുണ്ട്. അപ്പോൾ എത്ര ആഴം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങും, ആഴമുണ്ടോ, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അഫ്നൂസിനെ അവിടെ ഉള്ളൊരു കുട്ടിയുടെ അടുത്ത് തന്നെ ഇരുത്തിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ആ വെള്ളം കാണുമ്പോഴേ അറിയാം എന്തുമാത്രം ഇത് ആഴം ഉണ്ടെന്നുള്ള. അപ്പം നമ്മുടെ ആ അഷ്ടമുടി കായലിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അഫ്നൂസ് ഈ വെള്ളമൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ചിന്തിച്ചിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തുവാന്നൊക്കെ കാണിച്ചും പറഞ്ഞൊക്കെ തരാം. അങ്ങനെ നമ്മൾ അവിടെ ആദ്യം ബോട്ട് നിർത്തിയതിന് ശേഷം അവിടെ ഇറങ്ങാനൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ജാക്കറ്റൊക്കെ ഊരിയതിന് ശേഷം ആദ്യം ഇറങ്ങണം. അങ്ങനെ ആദ്യം എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് വെള്ളം ആഴമുണ്ടോ. അപ്പോൾ കാല് വെച്ച് നോക്കിയപ്പം നമുക്ക് നടക്കാനുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്നൂസൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ പറ്റുമല്ലോ. നമ്മൾ വണ്ടർലയിലൊക്കെ പോണ ഒരു ഫീലിംഗ് ആണ്. ഫുൾ ടൈം നമുക്ക് വെള്ളത്തിൽ കിടക്കുകയോ നീന്തുകയോ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. നമുക്ക് ഫുള്ളായിട്ട് നടന്ന് ചുറ്റി കാണാൻ പറ്റും. അപ്പം അതിനിടയ്ക്കിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പൈനാപ്പിൾ, മാങ്ങ, മുട്ടായി, ജ്യൂസ്, അതുപോലെ തന്നെ ചായ കാര്യങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള വൈബ് വേറെ തന്നെയാണൊന്ന്. അപ്പം നമ്മളെ കൊല്ലത്ത് ഉള്ളവരാണെങ്കിലും ഇതുവരെയും അവിടെ പോകാത്തുള്ളവരൊക്കെ ആണെങ്കിലും ഒരിക്കലെങ്കിലും വന്ന് ഈ ഒരു സ്ഥലം വന്ന് കാണാൻ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു പ്ലേസാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ എടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. മരത്തിലിരുന്നാണെങ്കിലും അല്ലാതെയും വെള്ളത്തിൽ നിന്നും ഒക്കെ ഒരുപാട് നമുക്കവിടെ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു കുടത്തിലൊരു ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഏത് ഫ്ലേവർ വേണേലും നമുക്ക് പറയാം. പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ജ്യൂസ് പറയാതിരിക്കാൻ വയ്യ. നല്ല എരിയും പുളിയും മധുരം എല്ലാം കൂടി ചേർന്നിട്ടൊരു അടിപൊളി ജ്യൂസായിരുന്നു. അത് ആ വെള്ളത്തിൽ ആ ഒരു കുടത്തിൽ കുടിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു സുഖമായിരുന്നു. അങ്ങനെ അഫ്നൂസൊക്കെ കുടിച്ചു നോക്കി, ഞാനും ഒക്കെ കുടിച്ചു. ഈ വെള്ളത്തിൽ ഇങ്ങനെ പോകാൻ പറ്റുമെന്നും ഇങ്ങനെ നടക്കാൻ പറ്റുന്നതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. 10-14 വർഷം മുമ്പ് അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ ഈ കായലിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ട് ഈ ഒരു സ്ഥലത്താണ് ആ മണ്ണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നമുക്ക് ഈ മനുഷ്യന് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ആ ഒരു വെള്ളവേ ഉള്ളൂ. ഏകദേശം നമ്മളെ മുട്ടിൻ്റെ അത്രയുള്ള വെള്ളവേ ഉള്ളൂ. അപ്പോൾ അഫ്നൂസ് നീന്താനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് വള്ളത്തിൽ തന്നെ നമുക്ക് അവിടെ കണ്ടൽക്കാടിലൂടെ മറ്റുള്ള ദ്വീപുകളിലൂടെ നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് പോകാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പം അവർക്കുമൊക്കെ അവിടെ നിൽക്കുന്നവർക്കുമൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇങ്ങനത്തെ കടകളാണെങ്കിലും ആ ഒരു യാത്രയാണ്. ആ യാത്രയൊക്കെ നല്ല അടിപൊളിയാണ്. വെള്ളത്തിലൂടെ നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് പോകാൻ പറ്റും. എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. വെള്ളം പേടിയുള്ളവർക്കും വെള്ളം ആസ്വദിക്കാൻ പറ്റുന്നവർക്കും ഒക്കെ ഇവിടെ വന്നാൽ നല്ല അടിപൊളി സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ആ വെള്ളത്തിൽ നല്ല പോലെ ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് തന്നെ. 5:30 ആയപ്പോൾ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങിയത് തന്നെ. അപ്പം അടിപൊളിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും പോയി ആ ഒരു സ്ഥലം കാണണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്
വെള്ളത്തിലൊക്കെ കയറി തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കി ആ ഒരു വൈകുന്നേര സമയത്ത് ആ ഒരു കായലിൻ്റെ ഭംഗി പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അസാധ്യ ഭംഗിയായിരുന്നു ആ ഒരു സൺസെറ്റിൻ്റെയും എല്ലാം കൂടി ചേർന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അതായത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും മീനാണെങ്കിലും അങ്ങനെ വേണ്ടിയിട്ട് ചെരുപ്പ് അങ്ങനെ പല പല ഇത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ. അങ്ങനെ അഫ്നൂസിന് മീൻ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മീനെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആൾ നല്ലപോലെ ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി തിരിച്ച് പോവുകയാണ്. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പം ഈ ഒരു സ്ഥലത്ത് എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണണം. അത്ര അടിപൊളി പ്ലേസാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം കാണാനാണ് പോയത്. ഒരു ത്രില്ലർ മൂവിയായിരുന്നു. അപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. എന്തുകൊണ്ടും അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ലായപ്പം പോപ്കോണും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പം അതിന് ശേഷം നമ്മൾ ഫിലിമിൻ്റെ ആ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഫിലിം കുറച്ച് തുടങ്ങിയതിന് ശേഷമാണ് അകത്തോട്ട് കയറിയത്. അങ്ങനെ ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ ആസ്വദിച്ചിരുന്നു. എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അടിച്ചു പൊളിച്ചു. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.